ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വീരേതിഹാസം രചിച്ച ഗവർണറാക്കി മാറ്റിയത്. ഇത് അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായ സമീപനമാണ്. ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത്. നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക, സുപ്രീം കോടതി ഇടപെടുമ്പോൾ അതൊരു തരത്തിലും പിന്നീട് പൊങ്ങാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിലേക്ക് അയക്കുക തുടങ്ങിയ ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. ഭരണഘടനാപരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഗവർണർ കൂടി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന അവസ്ഥ വരുമോ എന്നപറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വേണ്ടത്. അതല്ലേ ഭരണഘടനാപരമാണ് കേരളത്തിലെ ഗവൺമെൻറ്, ഭരണഘടനാപരമാണ് ഗവർണർ. അവർ ഭരണഘടനാപരമായ രീതിയിൽ അതാണ് യോജിപ്പിൻ്റെ അടിസ്ഥാനം. ഭരണഘടനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് സാധിക്കേണ്ടിയുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.